ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു +916. സോ ഇന്ന് നമ്മൾ കട ലീവാണ്, അതുകൊണ്ട് രാവിലെ തന്നെ തുടങ്ങാൻ കരുതി. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ വൈബർ ഗുഡ് ദേവുവിൻ്റെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതിന് മുൻപ് 4th ജംഗ്ഷനിൽ വൈബറിനെതിരെയുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ട് കാണും. അതായത് വൈബർ ഈ പറയുന്ന വീഡിയോയോട് കൊട്ടേഷൻ കൊടുത്ത് ഒരു പേജും ചാനലും ഒക്കെ സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിച്ചു. ഇതിന് വൈബർ ഉത്തരം പറയണം, എന്നിട്ട് മറ്റുള്ളവർക്കെതിരെ പ്രതികരിക്കണം എന്ന് 4th ജംഗ്ഷൻ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറിയും അയാളുടെ അയാളുടെ സ്റ്റോറിയിൽ ഇടുന്ന അതേ സംഭവമാണ് ഈ പറയുന്ന വീഡിയോയിൽ വന്നിരുന്ന് മുക്കുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന ഇയാൾക്ക് പറ്റിയൊരബദ്ധം, കാള പെറ്റു എന്ന് കേൾക്കും മുമ്പ് കയറെടുക്കും. ഇയാൾ ഇപ്പോഴും ആ ഒരു ലൂപ്പിനകത്ത് ഇയാൾ പറയുന്നു നമ്മളൊക്കെ ലൂപ്പിൽ നിൽക്കുന്നു, റോബിൻ ഫാൻസ് ലൂപ്പിൽ നിൽക്കുന്നു, വൈബർ ലൂപ്പിൽ നിൽക്കുന്നു, നമ്മൾ ആ ബെൽറ്റിൽ നിൽക്കുന്നു, നമുക്ക് ബുദ്ധിയില്ല, വിവരമില്ല. പക്ഷേ ഇയാളാണ് ഒരു ലൂപ്പിൽ ഇപ്പോൾ പെട്ട് മറ്റവനെ വെളുപ്പിക്കാൻ ശ്രമിച്ച് തേഞ്ഞൊട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അവന്മാർ ഇവനോട് പറഞ്ഞെടുത്തു, വൈബർ എനിക്ക് എന്തായാലും ഈ പറയുന്ന സംഭവം അറിയുന്നത് 3 പേരാണ്, രാജ്, വിവി, ഈ പറയുന്ന വൈബർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന 4th ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റു 2 പേരിൽ ആരെങ്കിലും ഒരാളല്ലേ പറയണം. ഇടയിൽ നിന്നോട് ഒരാൾ പറയാൻ വരുമ്പോൾ അതിൽ മാനിപ്പുലേഷൻ ഉണ്ടോയെന്നും കൂടി നീ ചിന്തിക്കും. അത് ചിന്തിക്കാതെ നീ വീഡിയോ ചെയ്തിട്ട് പിന്നീട് ഇരുന്ന് ഓക്കെ റോബിൻ റണ്ണവേ, അപ്പോഴും റോബിൻ്റെ തലയിൽ അക്കൗണ്ട് ഇടുന്നെ. നിനക്ക് ഏത് സ്റ്റാൻഡേർഡാ? സിംഗിൾ സ്റ്റാൻഡും അല്ല, ഡബിൾ സ്റ്റാൻഡും അല്ല, 1000 ജനങ്ങൾ കൂടുന്ന KSRTC ബസ് സ്റ്റാൻഡും അല്ല. നീ ഏത് പൊട്ടനാന്നറിയില്ല. സോ എന്തായാലും അങ്ങനെ ഈ പറയുന്ന വൈബർ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തു, സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിച്ചു. സോ എക്സ്പ്ലനേഷൻ വന്നു വൈബറിൻ്റെ സൈഡിൽ നിന്ന്. വൈബറിൻ്റെ ഒരു ഫ്രണ്ട് വൈബറിൻ്റെ ഒരു പേജ് ഇത് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് പിന്നീട് ആ പേജ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തിരിച്ചു കൊടുക്കുന്നില്ല, ചാനലും തിരിച്ചു കൊടുക്കുന്നില്ല. തേവര സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് മാഡം പുതിയൊരു പേജ് ചെയ്യുക എന്നുള്ള അഡ്വൈസാണ് കിട്ടിയത്. അല്ലാതെ ഇത് നമുക്കൊന്നും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. സോ പുള്ളിക്കാരി എന്ത് ചെയ്തു, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പുള്ളിക്കാരിയുടെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത്, ഓഫ്കോഴ്സ് വൈബർ ഗുഡിൻ്റെ ചാനൽ അല്ലെങ്കിൽ അവരുടെ പേജ് എന്ന് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള സെൽഫ് കാര്യങ്ങൾ അതിനകത്ത് കാണും, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് അവർക്ക് എപ്പോഴും ഒരു ത്രെട്ട് തന്നെയാണ്. കണ്ടന്റ് സെല്ലിങ് ചെയ്യാം, പല രീതിക്കും അത് വേണ്ടാധീനമായിട്ട് ഉപകരിക്കാം. ഇപ്പം എൻ്റെ തന്നെ പഴയ ചാനലിലെ വീഡിയോസ് എടുത്തു വെച്ച് അത് വേണ്ടാധീനമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അതിനെതിരെ ഇന്നൊരു കംപ്ലൈൻറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അണ്ണന്മാരെ ചെയ്യിക്കുന്നവരെല്ലാം കൂടെ കാണണം ഈ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ. അപ്പോൾ സോ എന്തായാലും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയുക, ആ കുട്ടിക്ക്, ആ വൈബറിന് അപ്പോഴും തനിക്കതൊരു സെൽഫ് ത്രെട്ടാണ് എന്ന് തോന്നുമ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു, അത് സ്വന്തം ചാനലും സ്വന്തം പേജുമാണ് ഈ പറയുന്നവനോട്, അത് ഈ പറയുന്നവനെ പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൂടാന്നാ പറയുന്നത്. രാജ് ടോക്സ് എന്ന് പറയുന്ന നന്മ മരമാണ്, ഇങ്ങനെ ഒരാളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയോട് പറഞ്ഞ് ഇവനെ പരിചയപ്പെടുത്തി ഇവർ സ്വന്തം ചാനൽ അടുപ്പിച്ച് കളയുന്നത്. അതിനെയാണ് ഈ കണ്ടം വന്നിരുന്നുകൊണ്ട് അയ്യോ വൈബർ അടിച്ചു കളഞ്ഞേ. ഇതിൽ ഞാൻ ഇവരെ ഈ പറയുന്ന കണ്ണനെ പറയുന്നതിലുപരി മാനിപ്പുലേറ്റിംഗ് അല്ലേ, ഈ റെക്കോർഡ് ടീംസിൻ്റെ മാനിപ്പുലേറ്റിംഗ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സ്വന്തം ചാനൽ ഒരു സ്ത്രീ അടിച്ചു കളയാൻ പറഞ്ഞപ്പോൾ അവർ മറ്റാരുടെയോ ചാനലാണ് അടിച്ചു കളഞ്ഞത് എന്നുള്ള രീതിയിൽ ഈ 4th ജംഗ്ഷനോട് പോയി ഇൻജക്റ്റ് ചെയ്യുകയും അത് ബേസ് ചെയ്ത് അയാൾ വീഡിയോ ചെയ്യുകയും പിന്നീട് സത്യം പുറത്തു വരുമ്പോഴാണ് ഒരു പക്ഷേ 4th ജംഗ്ഷൻ പോലും മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ആൾ അടിച്ചു കളയാൻ പറഞ്ഞത് സ്വന്തം ചാനലാണ് എന്ന്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇത്രയും, അതായത് സ്വന്തം ചാനൽ അടിച്ചു കളയാൻ വേണ്ടി ഒരാൾ സമീപിച്ച കാര്യത്തിൽ ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ സമൂഹത്തിൽ കരിവാരി തേക്കാൻ ശ്രമിച്ച ഈ വിവി എന്ന് പറയുന്ന ശവി. അപ്പം ഇവൻ മറ്റുള്ളവരെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാകും, വോയിസ് റെക്കോർഡുകൾ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാകും, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇതാണ് സോഷ്യൽ മീഡിയ വോയിസ് റെക്കോർഡേഴ്സ്. ഇവർക്ക് തലയും വാലും വേണ്ട. കാരണം നമ്മൾ മലയാളികൾ അങ്ങനെയാണ്, കേൾക്കുന്നതിൻ്റെ പുറകിൽ നമ്മൾ തുള്ളും. അല്ല നമ്മൾ അതിൻ്റെ സത്യമോ അതിന് ഇഫ് ദർ ഈസ് എ ആക്ഷൻ, ഓഫ് കോഴ്സ് ദർ ഈസ് ആൻ ഈക്വാലൻ്റ് റിയാക്ഷൻ എന്നല്ലേ. ഒരു ആക്ഷൻ ഉണ്ടാകാതെ ഒരു റിയാക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ണൻ ഒരു ആക്ഷൻ ഉണ്ടാക്കി, അതിൻ്റെ റിയാക്ഷൻ ഈ പറയുന്ന ആര് തന്നു, വൈബർ തന്നു. അതുപോലെ റോബിൻ്റെ വിഷയത്തിലാണെങ്കിലും റോബിന് ആ ഒരു 3 പേരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നൊരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് അവിടെ എന്തോ ആക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് അങ്ങനെ ആനത്തലയോളം ബുദ്ധിയൊന്നും വേണ്ടേ, ഒരല്പം കോമൺ സെൻസ് മതി. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന അന്ധം എന്ന് പറയുന്ന റോബിൻ ഫാൻസ് കൂടെ നിൽക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, പക്ഷെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം.
ഓക്കെ, അപ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ് പല അനുഭവങ്ങൾ ഈ വ്യക്തികളിൽ നിന്നുണ്ടായി. ഇവരുടെ മാനിപ്പുലേഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയതും ഇപ്പം കറക്റ്റ് ടൈമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിക്കുന്നത് ഇനിയെങ്കിലും നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാർ പ്രതികരിച്ചില്ലെങ്കിൽ ഇതൊരു ചെയിന് പോലെ ഇവർ തുടരും. എത്ര പേരുടെ ജീവിതങ്ങളാണ് ഇവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും എന്നെ പോലെയോ റോബിനെ പോലെയോ ജാസ്മിനെ പോലെയോ മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടായിന്ന് വരില്ല. നാളെ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് മരണപ്പെട്ടാൽ നിങ്ങളിൽ എത്ര പേർ ഉത്തരം പറയും? ആദിത്യ എന്ന് പറയുന്ന കുട്ടി മരിക്കുന്നതിന് മുമ്പ് വരെ സൈബർ ബുള്ളിങ്, മരിച്ചതിന് ശേഷം അച്ചോടാ പാവം. ഇതാണ് സോഷ്യൽ മീഡിയ. നിങ്ങളുടെയൊക്കെ ഈ പേക്കൂത്തുകൾ കാരണം നഷ്ടപ്പെടുന്നത് ചിലരുടെ ജീവനും ജീവിതവും. അത് ഇനിയും അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വൈബർ ഗുഡ് ദേവുവിന് ഒരു ഹാറ്റ്സ് ഓഫ്. അതോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാർ പ്രതികരിക്കുക. നിങ്ങൾക്കുണ്ടായ അനുഭവം ആരെ ഭയക്കുന്നു? നിങ്ങൾ എന്തിനു ഭയക്കുന്നു? ഇവരെന്ത് ചെയ്യും? കൂടിപ്പോയാൽ നിങ്ങളെ സമൂഹത്തിലിട്ട് കുറച്ച് എന്താ ചെയ്യും? നിങ്ങളുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യും. പുല്ല് തെറി വിളിക്കേണ്ടവരെ തെറി വിളിച്ചു എന്ന് അന്തസ്സോടെ പറ. ആ കാര്യത്തിൽ ഞാൻ ദിയാസനയെ 100% സപ്പോർട്ട് ചെയ്യും. തെറി വിളിക്കേണ്ടവർ തെറി തന്നെ ഒതുക്കണം. അത്രയേ ഉള്ളൂ. അതിന് പകരം ഈ പറയുന്ന മാതിരി ആണുങ്ങളുടെ കുത്തകയാണ് തെറി, പെണ്ണുങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും എവിടെയില്ല. എത്രയേ ഉള്ളൂ ഗൈസ്. സോ മാനിപ്പുലേറ്റേഴ്സിൻ്റെ മാനിപ്പുലേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇനിയെങ്കിലും ആ വൈബർ ഗുഡിൻ്റെ വീഡിയോ ഒന്ന് കാണുക. അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന്. സോ ഇത്രയൊക്കെ എനിക്കും പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഇന്ന് ശനിയാഴ്ചയാണ്, വീഡിയോകളുടെ പൂരപ്രവാഹമായിരിക്കും. പ്രത്യേകിച്ച് 3 മണി വരെ ഞാനിന്ന് ബിസി അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. സോ ലവ് യു ഓൾ.